നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പുണ്യപിതാവായ ഏലിയാസ് മാർ യൂലിയോസ് ബാവായുടെ ഓർമ്മയാണ് ഇന്നേ ദിവസം. അവിചാരിതമായിട്ടാണെങ്കിലും മോർ ജൂലിയോസ് എന്ന നാമത്തെ ചൊല്ലി സ്വാഗത ഗാനം ആലപിച്ചപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പ്രണമിച്ചത് 54 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ ജീവിച്ച് വിശുദ്ധിയിൽ മൺമറഞ്ഞ മഞ്ഞിനിക്കര കബറിങ്കൽ പള്ളിക്കകത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ പിതാവിനെയാണ്. ആ പിതാവിന്റെ മാധ്യസ്ഥത്തിൽ അഭയംപ്പെട്ടുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ എഴുതിയ യശയാസുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെയാണ്: ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. പുതിയൊരു വചനമല്ല, പുതുമയാർന്ന ആശയമല്ല, മനപ്പാഠമായി ധാരാളം കേട്ടിട്ടുള്ള ഒരു വചനമാണ്. ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ വചനം നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്താനും വ്യാഖ്യാനിക്കുവാനും പോകുന്ന ശക്തി എനിക്കില്ലെങ്കിലും വിശുദ്ധ ആരാധന കഴിഞ്ഞ് ഒരു കൊച്ചുമുറിയിൽ വിശ്രമിപ്പാനായി ചെന്നപ്പോൾ ആ മുറിയുടെ ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമായി ഇത് കണ്ട് ഞാനത് കുറിച്ചെടുത്തു. അത് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേകത, ആടുകൾ അവന്റെ ശബ്ദം, എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ആട്ടിൻകൂട്ടമാണ് നിങ്ങൾ. അഭിമന്യനായ മോർ ഫീലക്സിനോസ് തിരുമേനിയുടെ ശബ്ദം കേട്ട് തിരുമേനി വ്യക്തിഗതമായി നിങ്ങളെ അറിഞ്ഞ് ആ ആടുകൾ ആ ഇടയന്റെ കൂടെ അനുഗമിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുകയും പരിശുദ്ധ സഭയിൽ നിറവോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ ധ്യാന കേന്ദ്രമാണ് തൂത്തുട്ടി മോർ ഗ്രിഗോറിയോസ് ധ്യാന കേന്ദ്രം. ആയതുകൊണ്ട് തന്നെ വരുന്നതും പങ്കെടുക്കുന്നതും നിങ്ങളുടെ മുഖം കാണുന്നതും വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. ദൈവം ഒരിക്കൽ കൂടെ ആ സൗഹൃദ സ്നേഹ സന്തോഷം പങ്കിടുവാൻ എന്നെ അനുവദിച്ചു എന്നുള്ളതിന് കാരുണ്യവാനായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് 3 മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാം എന്നാഗ്രഹിച്ചിട്ടാണ്. ഇവിടെയല്ല, ഞാൻ ശുശ്രൂഷിക്കുന്ന ഹൈറേഞ്ചിൽ ചെമ്മണ്ണാറിൽ മക്കളില്ലാതെ വാർദ്ധക്യത്തിൽ ക്യാൻസർ വന്ന് മരിച്ചൊരമ്മയെ ഇപ്പോൾ അവിടെ സംസ്കരിച്ചുകൊണ്ടിരിക്കുക. 2 മണിക്ക് അവിടെ ആരംഭിച്ചു. വീട്ടില് മക്കളില്ല, കൊച്ചുകുടിയിലാണ്. എന്റെ അമ്മ മരിച്ചിട്ട് 34 ദിവസമായി. ഇന്ന് അഭിമന്യനായ മോർ ഫിലിക്സിനോസ് തിരുമേനിയും ഫിലിപ്പ് വൈദ്യനച്ചനും കൂടെ രാത്രി 12 മണിയായപ്പോ ഇവിടെ നിന്ന് അവിടെ ഇത്രയും ദൂരം വാഹനം ഓടിച്ചു വന്ന് തിരുമേനി പാതിര നമസ്കാരം നടത്തിയത്. വന്നപ്പോൾ പാതിര 12 മണി കഴിഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു, 4 മക്കളിൽ ഒരാൾ മെത്രാപ്പൊലീത്ത ആയതുകൊണ്ട് മാത്രമല്ല, 4 മക്കളുണ്ടെന്നുള്ള പേരിൽ തന്നെ അമ്മയുടെ സംസ്കാരം ഭംഗിയായി നടക്കപ്പെടുമ്പോ ഞാൻ ഓർത്തു, മക്കളൊന്നും പിറന്നില്ലെങ്കിലും എന്റെ ആത്മീയ മക്കളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു അമ്മയ്ക്ക് നല്ലൊരു സംസ്കാരം കൊടുക്കാൻ അവിടെ ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ അനൗൺസ് ചെയ്തു, ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കേണ്ട ഒരാളാണെന്ന് അറിയിച്ചു. അത് തെറ്റിക്കുവാൻ എനിക്ക് സാധിക്കില്ല, വാക്കുവ്യത്യാസം വരുത്താൻ സാധ്യമല്ലല്ലോ എന്ന് ചിന്തിച്ചാണ് അച്ഛന്റെ നിർബന്ധത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. വീണ്ടും 1000 ഏക്കറിൽ ഒരമ്മച്ചി മരിച്ചു. അത് 2 മണിക്ക് ആരംഭിക്കുന്നു. അച്ചിപ്ലാവില് പൗലോസേട്ടൻ, അദ്ദേഹവും ഇന്നലെ സന്ധ്യയായപ്പോൾ മരിച്ചു. അതിന് 2 മണിക്ക് സംസ്കാരം ആരംഭിക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണെങ്കിലും ഈ 3 വീട്ടിലും ചെല്ലാൻ സാധിക്കില്ലെങ്കിലും ഞാൻ എന്റെ പ്രാർത്ഥന കൊണ്ട് 3 ഭവനത്തിലുമായിരിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളില്ലാതെ ഇത്രയും കാലം കൊച്ചുകുടില് ജീവിച്ച് പരിഭവങ്ങളൊന്നും കൂടാതെ, വാർദ്ധക്യത്തിലാണെങ്കിലും ആ അപ്പൻ വെച്ചു കൊടുക്കുന്ന, സ്വന്തം ഭർത്താവ് വെച്ചു കൊടുക്കുന്ന ആ രുചികരമൊന്നുമല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പരിഭവങ്ങൾ കൂടാതെ
അവർ കഴിച്ചുകൂട്ടി അവരുടെ ജീവിതാന്ത്യത്തിന്റെ ഭൗതിക ശാരീരിക വേർപാടിന്റെ ദിവസമാണ് ഇന്ന്. സ്നേഹമുള്ളവരെ, അച്ഛൻ പ്രാർത്ഥനയിലൂടെ പറയുന്നൊരു കാര്യം, ഇന്ന് കേൾക്കുന്ന ശബ്ദം ദൈവിക ശബ്ദമാകണം, മാനുഷിക ശബ്ദം ആകരുതെന്നാണ്. ദൈവിക ശബ്ദമാണ് കേൾക്കേണ്ടത്, മാനുഷിക ശബ്ദം ആകരുതെന്നാണ്. ഈ കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദമാണോ അത് മാനുഷിക ശബ്ദമാണോ എന്ന് നിശ്ചയിക്കുന്നത് കേൾവിക്കാരാണ്. ഞാൻ പറയാൻ കാരണം, ഞങ്ങളുടെ വൃദ്ധമന്ദിരത്തിൽ ഒരു വർഗീസ് എന്ന് പറയുന്ന ഒരു വല്യപ്പൻ താമസിച്ചുകൊണ്ടിരുന്നു. വേങ്ങൂർ സ്വദേശിയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, പിതാവും മാതാവും മരിച്ചുപോയി, മറ്റ് അടുത്ത ബന്ധുമിത്രാദികളൊന്നുമില്ല, വിദ്യാഭ്യാസം കാര്യമായിട്ടൊന്നുമില്ല, അല്പം വായിക്കുമെന്നല്ലാതെ ലോകപരിചയങ്ങളൊന്നുമില്ല, വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഈ പറയുന്ന മറ്റ് യാതൊരു സൗകര്യ ലോക സംവിധാനങ്ങളെക്കുറിച്ച് ഒരു ജ്ഞാനവുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കൂട്ടൊരു പശുവാണ്. ഒരു പശു അദ്ദേഹത്തിന് കൂടെ എപ്പോഴും ആവശ്യമാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ പശുവിന്റെ കൂടെ കിടന്നുറങ്ങാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പലപ്പോഴും രാത്രി ഒരു ഉറക്കം കഴിയുമ്പോൾ വർഗീസേട്ടനെ കാണില്ല, തൊഴുത്തി പോയി നോക്കിയാൽ വർഗീസേട്ടനെ കാണാം. നിങ്ങൾക്കറിയാൻ സാധിക്കും ഈ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ അന്തരീക്ഷം നിങ്ങൾക്ക് പിടികിട്ടിക്കാണും. ഇദ്ദേഹം പള്ളിയിൽ വരാൻ മടിയാണ്. അപ്പൊ ഞാനൊരു ദിവസം പറഞ്ഞു, വർഗീസേട്ടൻ പള്ളിയിൽ താമസിച്ചിട്ട് പള്ളിയിൽ വരാതിരിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, തിരുമേനി എന്തിനാ ഇനി പള്ളിയിൽ പോവുക, ഞാൻ പള്ളി താമസിക്കുന്ന ഒരാളല്ലേ. അങ്ങനെയല്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതിനെന്താ, ഞാൻ പങ്കെടുക്കാൻ ഒരു പ്രയാസമില്ല. തലേ ദിവസം പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തു കൊടുത്തു, കുളിക്കാനുള്ള ഏർപ്പാടൊക്കെ ആക്കി. ഞാനും അന്ന് AP ജോർജ് അച്ഛനുണ്ട്, ഞാൻ കൊച്ചച്ഛൻ, അദ്ദേഹം വല്യച്ഛൻ. ഞങ്ങളിതുപോലെ വിശുദ്ധ കുർബാന ആരംഭിച്ച് വിശുദ്ധ ഏവൻഗേലിയൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുസരണത്തോടുകൂടെ ഈ മനുഷ്യൻ വർഗീസേട്ടൻ പള്ളിക്കകത്തോട്ട് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അദ്ദേഹം അനുസരിച്ചല്ലോ. എന്നെക്കാളൊക്കെ ഒരുപാട് പ്രായത്തിൽ വ്യത്യാസമുള്ള ഒരാള്. അന്ന് എനിക്ക് 27-28 വയസ്സേ ഉള്ളൂ. അപ്പോ അന്ന് അദ്ദേഹം അനുസരിച്ചു എന്നൊരു സന്തോഷം കൊണ്ട് നിൽക്കുമ്പോഴാണ് അച്ഛൻ ഈ വേദപുസ്തകം വിശുദ്ധ ഏവൻഗേലിയോൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒടുവിലെ വായനയോടുകൂടി ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് കാണാം, ഇതുപോലെ ചില്ലാണ് ആ പള്ളിയുടെ, കൊച്ചു പള്ളിയാണെങ്കിലും ചില്ലിട്ടിട്ടുണ്ട്. ഏറ്റവും പുറകിൽ പോയി നിപ്പായി. ഞാന് വിശുദ്ധ കുർബാന കഴിയുന്നത് വരെ കാത്തിരുന്നു. എന്റെ ഉള്ളിലെ ദേഷ്യം തീർക്കണ്ടേ, കാരണം അനുസരണച്ചു എന്ന് ഞാൻ അഭിമാനിക്കുമ്പോഴും അനുസരണക്കേട് കാണിച്ച സങ്കടം തീർക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഈ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് പ്രതികാരിക്കാനൊരു ചിന്ത ശക്തമായിട്ട് വരും. ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞു വേഗം വർഗീസേട്ടൻ, ചേട്ടൻ എന്താ കാണിച്ചത്? വിശുദ്ധ പള്ളിയിൽ വന്നിട്ട് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശരിയായില്ല. അല്പം ധാർഷ്ട്യവും കാർക്കശമായ ശബ്ദമൊക്കെ എന്റെ ഭാവത്തിൽ വന്നുപോയി. അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഇറങ്ങിപ്പോകുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. ഞാന് പള്ളിക്കകത്തേക്ക് വന്നപ്പോ വല്യച്ഛൻ എന്നാ വിളിക്കുക ജോർജ് അച്ഛനെ. അദ്ദേഹം വല്യച്ഛൻ വിശുദ്ധ ഏവൻഗേലിയോൻ വായിച്ചുകൊണ്ടിരിക്കുക, വിശുദ്ധമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സുവിശേഷം അച്ഛൻ പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചാൽ നിങ്ങൾ മുമ്പിൽ പോയിരിക്കരുത്, അവിടെ വേറെ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പുറകിൽ പോയിരുന്നിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ സ്ഥാനം കൊടുക്കണം. ഞാനിവിടെ താമസിക്കുന്ന ആളല്ലേ, അപ്പൊ ഞാൻ വേറി പള്ളിക്കകത്ത് നിൽക്കാവോ, പുറമെ നിന്നാലും എനിക്ക് കാണാമല്ലോ. എന്റെ ആവേശത്തോടുകൂടിയുള്ള പ്രതികരണം മഞ്ഞുപോലെ വല്ലാതെ ഭസ്മമാക്കി അദ്ദേഹം കാട്ടിക്കളഞ്ഞു. കാരണം ഞാൻ എന്റെ ഭൗതിക ശക്തി കൊണ്ട് ചിന്തിച്ചത് ഈ മനുഷ്യൻ ധിഖരിച്ചു എന്നാണ്. എന്നാൽ എത്രയോ വർഷമായി ഞാൻ ഈ വേദഭാഗം വായിക്കുന്നു, അത് എന്നോടാണെന്ന്, ആ ദൈവശബ്ദം എന്നോടെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്നാൽ ഞാൻ ഈ പറഞ്ഞ പശുവിന്റെ കൂടെ ഉറങ്ങാൻ പോലും മനസ്സുള്ള, ബുദ്ധിയിൽ അല്പം വൈകല്യമുണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഈ വർഗീസേട്ടന് മനസ്സിലായി. ആ വായിക്കുന്ന വേദഭാഗം ആരോടാണ്? അത് എന്നോടാണ്. ആ വായിക്കുന്ന ശബ്ദം ആരോടാണ്? അത് എന്നോടാണ്. അപ്പോൾ ദൈവശബ്ദമാണോ മനുഷ്യ ശബ്ദമാണോ കേൾക്കുക എന്ന് നിർണയിക്കുന്നത് ആരാണ്? കേൾവിക്കാരാണ്. നിശ്ചയമായിട്ടും ഇന്ന് സംസാരിക്കുമ്പോൾ എന്റെ വിശുദ്ധിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടോ ഭൗതിക ജ്ഞാനത്തിൽ നിന്നുകൊണ്ടോ സംസാരിക്കാൻ എനിക്ക് യാതൊരു ത്രാണിയുമില്ല. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഈ ധ്യാനകേന്ദ്രത്തിന്റെ ചുറ്റുപാടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന
പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥനാ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടാണ് ദൈവിക ശബ്ദം മാത്രം നിങ്ങൾ കേൾക്കണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. പലപ്പോഴും ചില ധാരണകൾ ഇടയന് വലിയ സംസാരമൊന്നുമില്ല. ആടിന്റെ കൂടെ നടക്കുന്ന ഇടയൻ വലിയ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടൊന്നുമല്ല ആട് അനുസരിക്കുന്നത്. ഇടയന് ചില മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ചില ചലന വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ പറയും അവന്റെ വടിയും കോലും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അവന്റെ വടിയുടെ ചലനം, കോലിന്റെ അനക്കമൊക്കെ ആർക്കറിയാം? ഭംഗിയായിട്ട് ഈ ആടിനറിയാൻ സാധിക്കും. ശബ്ദം എന്ന് പറയുന്നതിന്റെ അർത്ഥം പ്രഭാഷണമാണെന്നോ വലിയ പ്രസംഗമാണെന്നോ മാത്രം തെറ്റിദ്ധരിക്കരുത്. നിശ്ചയമായിട്ടും പ്രഭാഷണവും പ്രസംഗങ്ങളും എല്ലാം ദൈവിക ശബ്ദം. എല്ലായ്പ്പോഴും ഇത് മാത്രമാണെന്ന് ചിന്തിച്ചാൽ അബദ്ധമാകും. ഇവിടെ നിന്നുള്ള പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് എവിടേക്കാണ്? വീട്ടിലേക്കാണ്. വീട്ടിൽ ചെല്ലുമ്പോഴും ഇതേ പ്രഭാഷണമാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ ഒക്കും? അപ്പന്റെ പ്രഭാഷണം കഴിയുമ്പോൾ അമ്മയുടെ പ്രഭാഷണം, അമ്മയുടെ കഴിയുമ്പോൾ മക്കളുടെ പ്രഭാഷണം, അങ്ങനെ അപ്പനും അമ്മയും മക്കളും മാറി മാറി പ്രഭാഷണങ്ങൾ നിർവഹിച്ചാൽ കലബിലയാകും വീട്ടിൽ പ്രഭാഷണങ്ങൾ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. അടിമാലിയിലും രാജാക്കാടും പഴയപിടുതിയിലും കമ്പിളികണ്ടത്തൊക്കെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളുകളെ വലിയ എണ്ണമൊന്നുമില്ലെങ്കിലും അവരെ കൂട്ടി വല്ലപ്പോഴൊക്കെ കൂട്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ കൂട്ടി വരുത്തിയിട്ട് എന്താ പറയുക? നമ്മുടെയൊക്കെ ഭാവത്തിലും നമ്മുടെയൊക്കെ ചിന്തയിലും ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവര് അത്ര നല്ല പുള്ളികളൊന്നുമല്ല. അല്പമൊക്കെ അബദ്ധസഞ്ചാരികളായി ജീവിക്കുന്നവരും ജീവിത ക്രമമില്ലാത്തവരും സംസ്കാരമില്ലാത്തവരും സ്വഭാവശുദ്ധിയിൽ ജീവിത നിലവാരത്തിലൊക്കെ പുറകിലുള്ളവരെന്നാണ് എന്റെ ചിന്ത. അങ്ങനെയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. എങ്കിലും ഇവരെ കൂട്ടി സംസാരിക്കുമ്പോ ഞാൻ ഈ പ്രാവശ്യത്തില് അവരുടെ കമ്പിളികണ്ടത്തും പഴയപിടുതിയിലും കൂടിയപ്പോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന കൂമ്പൻപാറ സ്വദേശി തങ്കച്ചനോട് പറഞ്ഞു, തങ്കച്ചൻ വേണം ഈ പ്രാവശ്യത്തെ മെസ്സേജ് കൊടുക്കാൻ, സന്ദേശം കൊടുക്കാൻ. അവൻ പറഞ്ഞു കുഴപ്പമില്ല. തങ്കച്ചൻ പ്രഭാഷണത്തിന് എന്ന് പറഞ്ഞ പോലെ ഈ ദൈവീക ശബ്ദത്തിന് വേണ്ടി നിന്നപ്പോൾ തങ്കച്ചൻ പറഞ്ഞു, നിങ്ങൾക്കൊരു തോന്നലുണ്ടാകാം ഞങ്ങളാണ് പ്രാർത്ഥിക്കാത്തവര്, ഞങ്ങളാണ് പ്രത്യേകിച്ച് അനുസരണമൊന്നുമില്ലാതെ തോന്നിയതുപോലെ ഫീസ് ഈ ചാർജ് ഈടാക്കി മനുഷ്യരെ ചുറ്റിക്കുന്ന ആളുകൾ. പക്ഷെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ എല്ലാ ദിവസവും മിക്കവാറും സമയവും ദൈവത്തെ ഓർക്കുന്ന ഒരു വിഭാഗം ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ്. രാവിലെ ഓട്ടോ എടുക്കുമ്പോഴും ഏത് മതവിശ്വാസിയാണെങ്കിലും എന്റെ ഭഗവാനെ, എന്റെ ഈശ്വര, എന്റെ ദൈവമേ, ഇന്ന് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒക്കണേന്നല്ലാതെ വിചാരിച്ച് ഞങ്ങളുടെ ഓട്ടോ എടുക്കാറില്ല. ഞങ്ങളത് വളരെ വൃത്തിയായി ഭംഗിയായി അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഞങ്ങൾ കൊണ്ടു നടക്കും. ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു പരിക്ക് പറ്റാൻ പോലും എന്റെ ദൈവമേ ഒരു തട്ടുകേടുണ്ടാകരുത് എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ്. പിന്നെയോ ഒരു നാട്ടില് ഒരു കവലയ്ക്ക് ഒരു ആക്സിഡന്റ് വന്നാൽ ആദ്യം ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ വരുന്ന എവിടെയാണ്? ഓട്ടോ ടാക്സി സ്റ്റാൻഡിലാണ്. ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ആംബുലൻസിലോ രോഗിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റി കൂടണ്ട, കൗൺസിൽ വിളിക്കണ്ട, തീരുമാനം എഴുതണ്ട, കൈ പോക്കറ്റിൽ നിന്ന് 50 രൂപ കൂട്ടിയെടുത്ത് 500 രൂപയാക്കാൻ ഞങ്ങൾക്ക് 10 മിനിറ്റ് വേണ്ട. ഞങ്ങൾ അങ്ങനെ 500 രൂപ സമാഹരിച്ച് എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് സാമൂഹിക സേവന മനുഷ്യ സ്നേഹത്തിൽ ഞങ്ങൾ മുൻപന്തിയിലാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും എനിക്ക് വലിയൊരു സന്തോഷമായി. ഒരു ഓട്ടോറിക്ഷയോട് ജീവിക്കുന്നവന്റെ നാവിൽ നിന്നൊക്കെ ഇത് കേൾക്കുക എന്ന് പറയുന്നത് വിശുദ്ധിയുടെയും സാമൂഹിക സേവനത്തിന്റെയും ഒക്കെ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നു എന്നൊക്കെ അഭിമാനിക്കുമ്പോഴും അതിനേക്കാൾ അപ്പുറമുള്ള കസേരകൾ ഉണ്ടെന്നറിയുന്നത് ഇപ്പം ഇങ്ങനെയാണ്. തങ്കച്ചൻ പറഞ്ഞു, ഞാന് പള്ളിയിൽ പോകുമ്പോ ഇന്ന് വരെയും എന്റെ ഭാര്യയോട് പള്ളിയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ മക്കൾ 3 പേരോടും ഞാൻ പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു പറഞ്ഞ് അബദ്ധം പറയാൻ പോവുകയാണോ. അവസാനം തങ്കച്ചൻ പറഞ്ഞു, എന്നാൽ ഞായറാഴ്ച വിശുദ്ധ ആരാധന ആരംഭിക്കുമ്പോൾ മറ നീങ്ങി ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യയും മക്കളും പള്ളിക്കകത്തുണ്ടാകും. എപ്പോഴെങ്കിലും അല്ല,
വിശുദ്ധ ആരാധന ആരംഭിക്കുമ്പോൾ എന്റെ കുടുംബം പള്ളിക്കകത്തുണ്ടാകും. കാരണം ഞാൻ ഞായറാഴ്ച ദിവസം എഴുന്നേറ്റാൽ, എന്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്താൽ ആദ്യം ചെയ്യുന്നത് പള്ളിയിലേക്കുള്ള ഒരുക്കമാണ്. ഇത് ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് വന്ന കാലം മുതൽ കാണുന്ന ഒരു പതിവാണ്. എന്റെ മക്കളുണ്ടായി തിരിച്ചറിയാൻ പറ്റിയ കാലം മുതൽ കാണുന്നത് ഞാൻ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തങ്കച്ചൻ, ഒരു ദിവസം വേണമെങ്കിൽ തങ്കച്ചനെ നിങ്ങളുടെ മുമ്പാകെ നിർത്തി സാക്ഷ്യമായി പറയിക്കാം. തങ്കച്ചൻ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കാൻ രാവിലെ പുറപ്പെടും, തൊട്ടുപുറകെ ഭാര്യ പുറപ്പെടും. മക്കളെ അറിവുള്ള കാലം മുതൽ മക്കൾക്കറിയാം, അപ്പനും അമ്മയും ഞായറാഴ്ചയാണെങ്കിൽ അതിരാവിലെ എവിടേക്കാണ്? വീട്ടിൽ പ്രഭാഷണങ്ങളില്ല, വീട്ടിൽ ശബ്ദ ബഹള ഒന്നും ആവശ്യമില്ല. ഒരു രീതിയാണ്, ഒരു ജീവിത ശൈലിയാണ് ഇടയന്റെ ശബ്ദമായിട്ട് അവിടെ അറിയുക. സ്നേഹമുള്ളവരെ, ഇനി ഈ ആംഗ്യം പോലും വേണമെന്നില്ല. നിശബ്ദതയിൽ പോലും ഇടയന്റെ ശബ്ദമുണ്ട്. ഇത് യേശുദമ്പുരാൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. എങ്ങനെയാണ് ഈ നിശബ്ദതയിലെ ദൈവിക ശബ്ദം? അതുകൂടെ അനുസ്മരിച്ച് ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 43-ാമത് വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. നിങ്ങൾക്കറിയാൻ സാഹചര്യം, ഗെത്സമൻ തോട്ടത്തില് പീഡാസഹനത്തിന് മുമ്പ് യേശുദമ്പുരാൻ വിലപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്ദർഭം. കർത്താവ് അതീവ തീവ്രമായ വേദനയിൽ നിന്ന് തന്റെ കൂടെയുള്ള കൂട്ടുകാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ചെന്ന് അവര് പോലും ഉറങ്ങിപ്പോയ സന്ദർഭം. 1-2 വട്ടം പോയി പറഞ്ഞു, എന്റെ പൊന്നുകൂട്ടരെ, നിങ്ങൾ എന്റെ കൂടെ കൂടിയിട്ട് ഇത്രയും കാലമായല്ലോ, ഈ വർഷം മുഴുവൻ ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാനിതാ മരിക്കാൻ പോവുക, എന്നെ കൊല്ലും പിടിക്കും എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ തീവ്രമായ വേദനയിലാകുന്ന സന്ദർഭത്തിൽ എന്നോടുകൂടെ ഒരു നാഴിക പോലെങ്കിലും നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അവർ വീണ്ടും ഉറങ്ങി. മടുത്തില്ല, വീണ്ടും പോയി കർത്താവ്. അവൻ പ്രാർത്ഥിച്ച് കരയുമ്പോഴാണ് ഈ സാഹചര്യം, സന്ദർഭം ഉണ്ടാകുന്നത്. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. അവൻ പ്രാണവേദനയിലായി അതീവ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. നമ്മളറിയാം, നോമ്പ് കാലമാണ്. നോമ്പിന്റെ പ്രാരംഭം നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു. 3 പ്രാവശ്യത്തെ പ്രലോഭകന്റെ പരീക്ഷകന്റെ പ്രലോഭനം പൂർത്തിയായി. ഇതാ മാലാഖ അടുക്കൽ വന്നു. അവൻ പരസ്യമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു. നോമ്പിന്റെ പ്രാരംഭത്തിൽ കാണുന്ന ഈ മാലാഖ നോമ്പിന്റെ അന്ത്യ ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും ഈ വേദഭാഗങ്ങൾ വായിക്കാൻ പോകുകയാണ്. ഒരു ദൂതൻ വന്ന് ഇവനെ ശക്തീകരിച്ചു. നമ്മുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും ഈ ദൂതൻ പറഞ്ഞത്? അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഈ പ്രാണവേദനയിലായ യേശുവിന്റെ മുമ്പിൽ വന്ന് ദൂതൻ പ്രസംഗിച്ച വിഷയം എന്തായിരുന്നു? അതറിഞ്ഞെങ്കിൽ, ആ ഉപദേശം എന്തായിരുന്നു? അതറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഞങ്ങളുടെ മക്കള് പലപ്പോഴും അസ്വസ്ഥരാണ്. ഏതെങ്കിലും മക്കൾ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയും ഇവിടെ ഉണ്ടോ? ഏറ്റവും വിജയിക്കണമെന്നല്ലാതെ, ഏറ്റവും ഉന്നതമായ ബന്ധം കിട്ടണമെന്നല്ലാതെ, ഏറ്റവും സാമ്പത്തിക സ്രോതസ്സുള്ളവനായി മാറണമെന്നല്ലാതെ പരാജയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അപ്പനുമില്ല, ഒരു അമ്മയുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ മകൻ മെച്ചമായതാകണം, മറ്റുള്ളവന്റെ കുട്ടി ജയിച്ചില്ലേലും സാരമില്ല, എന്റെ കൊച്ചു ജയിക്കണം, മറ്റുള്ളവന്റെ മരുമകള് അല്പം കുഴപ്പക്കാരിയാണെങ്കിൽ എന്റെ മരുമകള് നന്ന മരുമകളാകണം, അവന്റെ മകളെ കെട്ടിച്ചയക്കുന്നിടത്ത് സാമ്പത്തിക ശക്തിയൊന്നുമില്ലെങ്കിൽ എന്റെ പെൺകുട്ടിയെ നല്ല സ്ഥലത്ത് കെട്ടിക്കണം. ഇങ്ങനെ എല്ലാവർക്കും സ്വന്തമായൊരു താല്പര്യമുണ്ട്. പരാജയപ്പെടാൻ, പുറകിലേക്ക് പോകാൻ, തോൽക്കാൻ, സ്വന്തം മക്കളെ വിട്ടുകൊടുക്കാൻ ഒരിഷ്ടവുമില്ലാത്ത, ഒരിക്കലും അനുവദിക്കാത്ത ഈ അപ്പനും അമ്മയ്ക്കും ചിന്തയുണ്ട്, അത് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. പരാജയപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ശക്തീകരിച്ച ദൂതൻ പറഞ്ഞത് എന്തായിരുന്നു? ഭാഗ്യവശാൽ ദൂതൻ പറഞ്ഞ ഭാഷ എന്തെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. എന്താണ് ദൂതൻ പറഞ്ഞതെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. നമുക്കറിയാം,
സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വന്ന ദൈവപുത്രനാകുന്ന മശിഹാ തമ്പുരാൻ നിർവഹിക്കേണ്ടുന്ന പീഡാസഹനത്തിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ എന്താകും ഒരു അപ്പന് പറയാനുള്ളത്? നമുക്കറിയാം, ഇസ്ഹാക്കിനെ വിളിച്ചുകൊണ്ട് അബ്രഹാം പിതാവ് മോറിയ മലയിലേക്ക് പോകുമ്പോ ആ തീവ്ര വിവശതയില് ഇവനും ചോദിക്കുന്നുണ്ട്, അപ്പ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുകയല്ലേ, വിറകുണ്ടല്ലോ, തീയുണ്ടല്ലോ, പക്ഷേ എവിടെയായി അറുക്കേണ്ട ആട്ടിൻകുട്ടി എവിടെയാ? അപ്പനറിയാം ഈ മോനം കൊണ്ട് പോണേം കൂടാ, അപ്പനറിയാം മോനെ കൊണ്ട് പോകുന്നത് കൊല്ലാനാണ്, അറുക്കാനാണ്, മടക്കിയ മോനത്ത് കിട്ടില്ല. എന്നിട്ടും അപ്പൻ പറഞ്ഞു, മോനെ അതിന് ദൈവം കരുതിക്കൊള്ളും, ദൈവം നമുക്കായി കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞു. സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന് മാനവരക്ഷയ്ക്കായി വന്ന് യേശുനാഥൻ നിർവഹിക്കേണ്ടുന്ന കാര്യം എന്തെന്ന് സ്വർഗസ്ഥ പിതാവിനറിയാം. സ്വർഗസ്ഥ പിതാവ് ദൂതൻ വശം പറഞ്ഞയക്കുന്നത് എന്തായിരിക്കാം? കുഞ്ഞെ, നീ എന്തിന് ധൈര്യപ്പെടണം? ഞങ്ങൾക്കറിയുമോ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവനറിയാം പരീക്ഷയിൽ അവൻ തോക്കും. അവസാന സെമസ്റ്റർ എക്സാം എഴുതുകയാണ്. പിറ്റേ ദിവസം എക്സാമാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന തലേ രാത്രിയിൽ അവൻ ഗണിച്ചും ഗുണിച്ചും വരിച്ചൊക്കെ നോക്കി, നാളത്തെ പരീക്ഷയിൽ ഞാൻ തോക്കും. അതേ സമയത്ത് തന്നെ അവൻ അറിയാം, അങ്ങേ മുറിയിൽ കിടന്നുറങ്ങുന്ന അപ്പനും അമ്മയും എംടെക്കിന് പോകാൻ ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി വലിയ തുക കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പലരുടെയും മുമ്പിൽ അമ്മ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഇവൻ എംടെക്കിന് പോകാനിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവന്റെ മനസ്സിലുണ്ട്. അഭിമാനത്തോടുകൂടെ മിഥ്യാഭിമാനത്തോടെ കഴിയുന്ന അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ പരാജയപ്പെട്ട് അവരുടെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ യുവാവ് ഒരു തീരുമാനമെടുത്തു രാത്രിയില്ല. നാളെ ഞാൻ പരീക്ഷ എഴുതി ഞാൻ തോൽക്കുന്നതിനേക്കാൾ, ഞാൻ തോറ്റുവന്ന് എന്റെ അപ്പനും അമ്മയും പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഈ രാത്രിയിൽ ഞാനങ്ങ് തീരുകയാണ് നല്ലത്. അവൻ തീരുമാനിച്ചു. അവൻ ശക്തമായി തീരുമാനിച്ചില്ല, അപ്പന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനൊത്തവണ്ണമാകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാനിതാ, ഇത് കഥയല്ല. അവൻ അതിനു മുമ്പ് എവിടെ നിന്നോ ഒരു ബുദ്ധി കിട്ടി, ദൈവം എവിടെ നിന്നോ അവനൊരു നിർദ്ദേശം കൊടുത്തു. അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ആത്മീയ പിതാവ്, ഒരു അച്ഛൻ അവനൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് അച്ഛന് കിട്ടി. അച്ഛൻ വളരെ വേഗത്തിൽ ലാൻഡ് ഫോണിൽ അവന്റെ അപ്പനെ വിളിച്ചു. ചേട്ടാ, ഉറക്കമായിരുന്നു. അവനെന്തി? അവൻ അപ്പുറം പഠിച്ചുകൊണ്ടിരിക്കുക. നാളെ പരീക്ഷ, അവസാനത്തെ പരീക്ഷ നാളെ. ചേട്ടൻ വാതിലോർന്ന് നോക്കിക്ക്, അവനകത്തുണ്ടെന്ന് നോക്കിക്ക്. കാര്യം പറഞ്ഞു, ചേട്ടൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നാളത്തെ പരീക്ഷയിൽ പരാജയപ്പെടും മുമ്പ് നിങ്ങളുടെ മകൻ, പിതാവ് ഓടിച്ചെന്നു. ഈ ഫോൺ റിസീവർ വെക്കാൻ പോലും ഇടയില്ലാതെ വലിച്ചെറിഞ്ഞപ്പൻ ഓടിച്ചെന്ന് അടച്ച വാതിൽ തള്ളി തുറന്നു, മകനെ പൊക്കിയെടുത്തു. ഞാനതിന്റെ പൂർണ്ണ ചിത്രമല്ല വിവരിക്കുക. പറഞ്ഞു, മോനെ, നാളത്തെ പരീക്ഷയിൽ നീ തോക്കുമെന്നുള്ളത് കൊണ്ട് നീ ഞങ്ങളെ പരാജയപ്പെടുത്തണമോ? കുഞ്ഞെ, നിനക്ക് പരീക്ഷയിൽ തോറ്റാലും നിന്നെ ആർക്കും ആവശ്യമില്ലെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. കുട്ടിക്കാലം മുതൽ നിന്റെ കണ്ണോ കൈയോ കാലോ എന്ന് നോക്കി വളർത്തി വരുന്ന നിന്റെ അമ്മയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ ഒരു ബിടെക്കുകാരനോ എംടെക്കുകാരനോ ആയി കാണാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മോഹം കൊണ്ടും താല്പര്യം കൊണ്ടും ആവേശം കൊണ്ടും ഞങ്ങൾ ചെയ്തുവെന്നല്ലാതെ എന്റെ കുഞ്ഞെ, നിന്റെ ജീവൻ നഷ്ടമാകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവന് ധൈര്യം കൊടുത്തു, അവന് ബലം കൊടുത്തു. നിശ്ചയമായിട്ടും തക്ക സമയത്ത് ഇടപെട്ടുന്ന ഒരു ദൂതനെ പോലെ തക്ക സമയത്ത് ചെന്നുകൊണ്ട്, ഞാനുണ്ട് മോനെ നിന്റെ കൂടെ, ആർക്കും വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം, നിന്നെ ആർക്കും ആവശ്യമില്ലെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന ഒരു അപ്പന്റെ ശക്തി. അവൻ ശാന്തനായി. പിറ്റേ ദിവസം ഒരപ്പൻ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ഭൂമിയിലേക്ക് വന്ന യേശു തമ്പുരാന്റെ മുമ്പാകെ പറഞ്ഞയച്ചതും മറ്റൊന്നുമല്ല, എന്റെ പൊന്നു മോനെ, നീ ഏത് വേദനയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, നീ എത്ര പരാജയങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഈ അപ്പം കൂടെ നിൽക്കും.
ആരും നിന്റെ കൂടെയില്ലെങ്കിലും, നിന്റെ കൂട്ടുകാർ ഉറങ്ങിപ്പോയാലും, നിന്നെ ആരെല്ലാം മുഖത്ത് തുപ്പിയാലും പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും പരിഗണിച്ചില്ലെങ്കിലും ആക്രമിച്ചാലും, ഇതാ നിന്റെ അപ്പനില്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കും. എത്ര അപ്പനമ്മയ്ക്ക് പറയാൻ പറ്റും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്? വിജയത്തിന് വേണ്ടിയിട്ടല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് മുഴുവൻ പഠിപ്പിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. പരാജയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനവും, പരാജയം വന്നാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സിന്റെ ഉടമകളുമായും നമ്മളെ മാറ്റുന്നില്ല, പരിശീലിപ്പിക്കുന്നില്ല. ഇന്ന് വെച്ച് ബോധപൂർവം മക്കളെ തോൽപ്പിക്കണം എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത്. അപ്പം പറഞ്ഞ്, മോനെ ഞാൻ എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ എത്രയോ പ്രാവശ്യം തോറ്റിരിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് നിന്റെ പരാജയം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല? സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ഭൂമിയിലേക്ക് വന്ന യേശു തമ്പുരാൻ കാൽവരയിലെ യാഗമാകും മുമ്പ് സ്വർഗസ്ഥ പിതാവ് ദൂതനെ പറഞ്ഞ് ശക്തീകരിച്ചു, ഞാൻ കൂടെ ഉണ്ട്. ആരും കൂടെ ഇല്ലെങ്കിലും സ്വർഗസ്ഥ പിതാവ് കൂടെയുണ്ട്. ഈ ധൈര്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇത് ശാന്തമായിരിക്കുമ്പോൾ ലഭിക്കുന്ന വലിയൊരു മെസ്സേജാണ്, സന്ദേശമാണ്. ഒരുപക്ഷെ പ്രഭാഷണങ്ങൾ നടക്കുമ്പോഴോ പ്രസംഗങ്ങൾ നടക്കുമ്പോഴോ ലഭ്യമാകുന്ന സന്ദേശം ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഈ സന്ദേശം ലഭിക്കുക ഒരുപക്ഷെ നിശബ്ദമായി ഒരു പ്രതിസന്ധിയിലാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ സന്ദേശം കിട്ടുക. ഓർമ്മിക്കണം, ശക്തീകരിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നിരിക്കുന്നു. പിന്നെ പ്രാണവേദനയിലാണെങ്കിലും ശക്തിയോടെ പ്രാർത്ഥിച്ച് നേരിടുക, പിന്നെ പുറകോട്ടില്ല. ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും ഏകാന്തതയും ഒറ്റപ്പെടുത്തലും സാമ്പത്തിക ക്ലേശങ്ങളും വരുമ്പോഴും എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ധ്യാനകേന്ദ്രത്തിൽ വരരുത്. ഇതെല്ലാം പരിഹരിച്ച് കിട്ടേണ്ടുന്ന ഒരു ആവശ്യത്തിനായി ദൈവത്തിന്റെ സമീപിക്കരുത്. എന്നാൽ ഇതെല്ലാം മുമ്പിൽ നിൽക്കുമ്പോഴും ഇതിന്റെ മുകളിലൂടെ കടക്കാൻ, ഇതാ നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ വെള്ളം നിന്റെ മേൽ കവിഞ്ഞൊഴുകില്ല, നീ അഗ്നിയിൽ ചവിട്ടിയാൽ അഗ്നി ദഹിപ്പിക്കില്ല. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നീ വെള്ളം കാണുമ്പോഴെന്നല്ല പറഞ്ഞേ, നീ അഗ്നിയിൽ ചവിട്ടുമ്പോഴെന്നാ പറഞ്ഞത്, നീ സമുദ്രത്തിൽ കടക്കുമ്പോഴെന്നാ പറഞ്ഞത്. ഈ സമുദ്രം കടന്നേ മതിയാകൂ, ഈ അഗ്നിയിൽ ചവിട്ടിയേ ഒക്കൂ എന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് പൊന്നോമനയായി വളർത്തുന്ന മക്കൾക്കെല്ലാം കാച്ചിക്കുറുക്കി കൊടുക്കുമ്പോഴും മക്കൾ വിവാഹത്തിലേക്കോ അതിലപ്പുറമോ എവിടെയെങ്കിലും വെച്ച് ഈ അഗ്നിക്കടൽ താണ്ടേണ്ടതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ, അത്തരം നിമിഷങ്ങളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള ശക്തി കൊടുക്കാൻ ദൈവപിതാവ് നമ്മെ പഠിപ്പിക്കട്ടെ. ഇതാദ്യം പഠിക്കേണ്ടത് നമ്മളാണ്. പരീക്ഷാകാലമായി കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മമാർ നെട്ടോട്ടോടുകയാണ്. അത് ഇവിടെ കൊണ്ടുവന്നാൽ മതിയോ, അവിടെ കൊണ്ടുപോയാൽ പറ്റൂ, എവിടെ കൊണ്ടുപോയാൽ പറ്റൂ എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരിടത്തേക്ക് അലഞ്ഞു പോകരുത്. നിങ്ങൾ ഇവിടെ വരും, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കണം. ഇവിടെ വരാൻ ഒക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. എന്തിനാണ് കുഞ്ഞുങ്ങൾ ഇത്രയേറെ ഭാരം കൊടുക്കുന്നത്? 9ാം ക്ലാസ് വരെ പഠിച്ച കുഞ്ഞ് എഴുതിയ പരീക്ഷ പോലെ തന്നെ 10ലെ പരീക്ഷയും മോളെ എന്തിന് ഭയപ്പെടണം? മോളുടെ കൂടെ ഇത്രയും കാലം മോളെ വളർത്തിയ ദൈവം കൂടെയുണ്ടല്ലോ എന്ന് ശക്തീകരിക്കണം. കൊച്ചിനെ കുറിച്ചോട് പറയും, കൊച്ചിനെ മുഴുവൻ മറവിയാ, നമുക്ക് ഭയങ്കര ടെൻഷനാ. ഇത് ദ്രോഹമാണ്. ഇങ്ങനെ പറയും തോറും കുട്ടിയുടെ ഉള്ളിൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് ചൊല്ലുന്നു അത് തന്നെയാണ് കുട്ടിയിൽ പ്രതിഫലിക്കുക. അതുകൊണ്ട് നിശ്ചയമായും സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ഭൂമിയിലേക്ക് വന്ന മശിഹാ തമ്പുരാനെ ശക്തീകരിക്കുവാൻ വേണ്ടി സ്വർഗമയച്ച മാലാഖമാരെ പോലെയാണ് നാം ഓരോരുത്തരും. മടങ്ങിപ്പോകണം വീടുകളിലേക്ക് ഒരു മാലാഖയെ പോലെ. എവിടെ ചെന്നാലും ശക്തീകരിക്കുന്ന വാക്കുകൾ, വിശുദ്ധീകരിക്കുന്ന വചനങ്ങൾ, സാന്ത്വനിപ്പിക്കുന്ന സാമീപ്യങ്ങൾ. ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കൂടെ ഇരുന്നാൽ അതൊരു ആശ്വാസം, കൂടെ നിന്നാൽ അതൊരു ഏറ്റവും വലിയ സ്വാന്തനം. ഒരുപക്ഷെ അതിനാകും ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ആയതിനുള്ള കൃപയും ശക്തിയും ദൈവം എനിക്കും നിങ്ങൾക്കും സമർത്ഥമായി നൽകട്ടെ എന്ന് ഈ നോമ്പ് ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലവനും സ്വർഗീയരുമായി പിതാവേ,
അവിടെ നിന്നൊരു മാലാഖയെ പറഞ്ഞയച്ചു. വിവശതയിലായ യേശുവിന്റെ മുമ്പാകെ മാലാഖ വന്നു, ശക്തീകരിച്ചു. അവൻ ധൈര്യത്തോടെ ക്രൂശിലേക്ക് പോയി. അവൻ പിന്നീട് പിന്നോക്കം തിരിഞ്ഞിട്ടില്ല. നല്ലവനായ ദൈവമേ, കുടുംബവും കുഞ്ഞുങ്ങളുമായി ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ നീന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവർ ക്ഷീണിതരാകുമ്പോൾ ഒരു മാലാഖയെ കൊടുക്കുന്ന നന്മകൾക്കായി സ്തോത്രം ചെല്ലുന്നു. നല്ലവനായ ദൈവമേ, അതൊരു ദൈവിക ശബ്ദമായി തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിപ്പാൻ ഞങ്ങളെ വിനയപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതട്ടെ. അവർ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നു, അവർ ദൈവത്തെ അറിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. ദൈവിക ശബ്ദം അറിയുന്ന മക്കളായി വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാ നന്മകൾക്കുമായി നന്ദി ചൊല്ലുന്നു. സകലവും പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.